കോഴിക്കോട് പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പെൺകുട്ടിയുടെ പിതാവ്. രാഹുൽ സൈക്കോപാത്താണെന്നും മകൾ ക്രൂരമർദ്ദനത്തിനിരയായെന്നും പിതാവ് ആരോപിച്ചു. കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കുടുംബം അറിയിച്ചു. അതേസമയം ഏറെ നാടകീയതകൾ നിറഞ്ഞ കേസിലെ തുടർ നടപടികളിൽ നിയമോപദേശം തേടാനൊരുങ്ങുകയാണ് പോലീസ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതിയായ രാഹുലിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പറവൂർ സ്വദേശിനിയായ യുവതിയുടെ പിതാവ്. ആദ്യമുണ്ടായിരുന്ന കേസ് മകളെ ഭീഷണിപ്പെടുത്തിയാണ് രാഹുൽ പിൻവലിപ്പിച്ചത്. മർദ്ദനമേറ്റ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ചും രാഹുൽ ക്രൂരമായി മർദ്ദിച്ചു. ഹൈക്കോടതി ഉത്തരവ് പുനർപരിശോധിക്കണമെന്നും പെൺകുട്ടിയുടെ പിതാവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു സൈക്കോ മോഡൽ ഇതെന്ത് സ്വഭാവം എന്ന് വെച്ചാൽ ഈ ആശുപത്രിയിൽ ഈ കുട്ടിയെ ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. ആംബുലൻസിന് കൊണ്ടുപോകും, ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുകയാണ് ബെൽറ്റ് ഇട്ട്. ആ കുട്ടിയെ വരെയും അങ്ങനെയുള്ള ഒരാളെ വരെയും മർദ്ദിക്കുക എന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കും. ആ ആംബുലൻസിനുള്ളിൽ വെച്ച് അവളെ മർദ്ദിച്ചു എന്നുള്ളതാണ്. രക്ഷപ്പെടാൻ പാടില്ല, ശിക്ഷിക്കപ്പെടണം. കോടതി അത് പരിശോധിക്കണം, പുനഃപരിശോധിക്കണം. കഴിഞ്ഞ ദിവസം രാഹുലിൽ നിന്നും മർദ്ദനമേറ്റ പറവൂർ സ്വദേശിയായ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. യുവതിയുടെ കണ്ണിലും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. മൊഴിയെടുക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയ പോലീസുകാരോട് മർദ്ദനത്തിൽ പരാതിയില്ലെന്നായിരുന്നു യുവതി ആദ്യം പറഞ്ഞത്. ഇതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകുമെന്ന് വ്യക്തമാക്കി യുവതിയുടെ അച്ഛൻ രംഗത്തെത്തി. തുടർന്നാണ് യുവതിയും പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. തുടർന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും പരാതിയിന്മേൽ ഭർത്താവായ രാഹുലിനെതിരെ വീണ്ടും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഭർത്തൃപീഡനം, നരഹത്യാശ്രമം എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ ഹാജരാക്കിയ രാഹുൽ പി ഗോപാലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രാഹുലിനെതിരെ യുവതി മുൻപ് നൽകിയ ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. കേസ് റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം ഏറെ നാടകീയതകൾ നിറഞ്ഞ ഗാർഹിക പീഡന കേസിന്റെ തുടർ നടപടികളിൽ നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. കഴിഞ്ഞ കേസിലെ യുവതിയുടെ മൊഴിമാറ്റം കണക്കിലെടുത്താണ് പോലീസിന്റെ നീക്കം. ന്യൂസ് മലയാളം, കോഴിക്കോട്.